6 മാസം കൊണ്ട് ഈ സർക്കാർ മൂക്കുമുത്തി താഴെ വീഴും എന്ന് പ്രവചിച്ചത് പണ്ട് സന്ദേശം സിനിമയിലെ ശ്രീനിവാസന്റെ കഥാപാത്രമായ കോട്ടപ്പള്ളി പ്രഭാകരനായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ആ പ്രവചനം വന്നിരിക്കുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്നാണ്. അതും സാക്ഷാൽ DMK അധ്യക്ഷൻ സ്റ്റാലിന്റെ വക. ഏത് നിമിഷവും ഈ സർക്കാർ വീഴും, ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പിന് സജ്ജരായിക്കോളൂ എന്നാണ് DMK അധ്യക്ഷന്റെ പ്രവചനം. പല കണക്കുകളും സാധ്യതകളും മുൻനിർത്തിയാണ് സ്റ്റാലിന്റെ പ്രവചനം. ഒന്ന്, TVKക്ക് ആകെ 107 അംഗങ്ങളുടെ പിന്തുണ മാത്രമാണുള്ളത്. വിജയ് രാജിവെച്ച തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും TVK വിജയിച്ചാലും 108 സീറ്റേ ആകുകയുള്ളൂ. TVKക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിച്ചത് DMKയുടെ ഘടകകക്ഷികൾ സഹായിച്ചതുകൊണ്ടാണ്. മറ്റൊന്ന്, വിശ്വാസ വോട്ടെടുപ്പിൽ വിജയ് വിജയിച്ചത് വിമതരായ 25 AIADMK MLA മാർ കൂടി പിന്തുണച്ചതുകൊണ്ടാണ്. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ ജോസഫ് വിജയുടെ TVK സർക്കാർ നിലംപൊത്തുമെന്നാണ് DMKയുടെ വാദം. അതുകൊണ്ട് ഇടക്കാല തെരഞ്ഞെടുപ്പിന് സജ്ജരാകാൻ DMK അണികൾക്ക് നിർദ്ദേശം നൽകിയ സ്റ്റാലിൻ DMK ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വരുമെന്നും പറയുന്നുണ്ട്. തമിഴ്നാട്ടിലെ കക്ഷിനില നോക്കാം. TVK വിജയിച്ചത് വിജയിയുടെ 2 സീറ്റുകൾ ഉൾപ്പെടെ 108 സീറ്റുകളിൽ. ഒരു മണ്ഡലം വിജയ് ഒഴിഞ്ഞതിനാൽ അംഗസംഖ്യ 107. ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷം ലഭിച്ചത് പിന്നീട് കോൺഗ്രസ്, CPM, CPI, മുസ്ലിം ലീഗ്, VCK എന്നീ പാർട്ടികളുടെ പിന്തുണയിൽ. കോൺഗ്രസിന്റെ 5ഉം ലീഗ്, ഇടതുകക്ഷികൾ, VCK എന്നിവരുടെ ഈ 2 സീറ്റുകൾ വീതവും ചേർന്നപ്പോൾ കേവല ഭൂരിപക്ഷം തികഞ്ഞു. വിജയ് സർക്കാർ ഉണ്ടാക്കി. പിറ്റേന്ന് വിശ്വാസം തെളിയിക്കുന്ന വോട്ടെടുപ്പിൽ വിമതരായ 25 AIADMK MLA മാരുടെ കൂടി പിന്തുണയും വോട്ടും വിജയ്ക്ക് ലഭിച്ചു. അങ്ങനെ വിശ്വാസ വോട്ടെടുപ്പും പാസ്സായി. സ്റ്റാലിൻ പറയുന്ന കണക്കുകൾ പ്രകാരം സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന സഖ്യകക്ഷികളായ VCK, CPI, CPM, മുസ്ലിം ലീഗ് എന്നിവർ പിന്മാറാൻ തീരുമാനിക്കുകയോ വിമത AIADMK MLA മാരെ സ്പീക്കറോ കോടതിയോ അയോഗ്യരാക്കുകയോ ചെയ്താൽ സംസ്ഥാനത്ത് രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാകും. അത് ജോസഫ് വിജയ് സർക്കാരിന്റെ പതനത്തിലേക്ക് നയിക്കും. ഇടക്കാല തെരഞ്ഞെടുപ്പ് നടന്നാൽ DMKക്ക് ശക്തമായി തിരിച്ചെത്താമെന്നാണ് സ്റ്റാലിന്റെ കണക്കുകൂട്ടൽ. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും അതിൽ DMK ശക്തമായി തിരിച്ചു വരും എന്നൊക്കെയാണ് സ്റ്റാലിന്റെ സ്വപ്നങ്ങൾ. DMKയുടെ ഉദയസൂര്യൻ തമിഴ്നാട്ടിൽ ഒരിക്കലും അവസാനിക്കില്ല എന്ന സ്റ്റാലിന്റെ വാക്കുകൾക്ക് സമാനമായി TVK സർക്കാർ ആദ്യം വീഴും എന്ന് പറഞ്ഞത് DMK നേതാവും MLAയുമായ അനിത രാധാകൃഷ്ണനായിരുന്നു. വിജയ് ഭരണം 4 മാസം കടന്നു കിട്ടിയാൽ ഭാഗ്യമായി എന്നാണ് അനിത രാധാകൃഷ്ണൻ അന്ന് പറഞ്ഞത്. 6 മാസം തികയും മുൻപ് ഈ സർക്കാർ താഴെ വീഴും. 6ാം മാസം സ്റ്റാലിൻ മുഖ്യമന്ത്രിയായി തിരികെ വരുമെന്നും അനിത രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു. TVKയും DMKയും തമ്മിൽ രാഷ്ട്രീയ പോരാട്ടം കൂടുതൽ കടുത്തുവരുന്ന സാഹചര്യത്തിലാണ് അനിത രാധാകൃഷ്ണന്റെ പരാമർശം എന്നതും ശ്രദ്ധേയമാണ്. വില്ലിവാക്കം മണ്ഡലത്തിൽ നിന്ന് MLA ആയ TVK നേതാവ് ആദവ് അർജുനെ MLA സ്ഥാനം രാജിവെച്ച് തനിക്കെതിരെ തിരുച്ചെന്തൂരിൽ മത്സരിക്കാൻ അനിത രാധാകൃഷ്ണൻ വെല്ലുവിളിക്കുകയും ചെയ്തു. 4 മാസം കഴിഞ്ഞ് സർക്കാർ താഴെ വീഴും മുൻപ് ധൈര്യമുണ്ടെങ്കിൽ MLA സ്ഥാനം രാജിവെക്കൂ, ഞാനും രാജിവെച്ച് നമുക്ക് നേർക്കുനേർ പോരാടാമെന്നാണ് അനിത രാധാകൃഷ്ണന്റെ വാക്കുകൾ. DMKയുടെ ഉറച്ചകോട്ടയായ തിരുച്ചെന്തൂരിൽ വർഷങ്ങളായി MLA ആണ് അനിത രാധാകൃഷ്ണൻ എന്നതാണ് മറ്റൊരു വസ്തുത. സ്റ്റാലിന്റെയും അനിത രാധാകൃഷ്ണന്റെയും പ്രസ്താവനയ്ക്കൊപ്പം ചേർത്തു വായിക്കേണ്ട മറ്റൊരു വാർത്ത AIADMK വിമത നേതാക്കളെ പാർട്ടിയിലേക്ക് തിരിച്ച് അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാണ്. ഒരു വേള ബദ്ധശത്രുക്കളായ AIADMKയുമായി കൂട്ടുചേർന്ന് സർക്കാർ രൂപീകരിക്കാൻ സ്റ്റാലിൻ ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യം മറക്കരുത്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ശക്തമായ എതിർപ്പാണ് അദ്ദേഹത്തെ അന്ന് അതിൽ നിന്ന് പിന്നോക്കം വലിച്ചത്. ഇതിനിടെ AIADMKയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും 25 MLA മാർ വിജയ്ക്ക് പിന്തുണ നൽകുകയും ചെയ്തു. ഇപ്പോൾ ഇവരെ പാളയത്തിൽ തിരിച്ചെത്തിക്കാനാണ് AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി ശ്രമിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് കരുതുന്നവർ ചർച്ചയ്ക്ക് വരണമെന്നാണ് പളനിസ്വാമി ആവശ്യപ്പെട്ടിട്ടുള്ളത്. തുടർച്ചയായി തെരഞ്ഞെടുപ്പ് പരാജയങ്ങളിൽ ആശങ്കയുണ്ടെങ്കിൽ അക്കാര്യം ചർച്ച ചെയ്യാനും തയ്യാറാണ് എന്നും പളനിസ്വാമി വ്യക്തമാക്കിയിട്ടുണ്ട്. AIADMK വിമതരും ലീഗും ഇടതും അടക്കമുള്ള പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന ഘടകകക്ഷികളും പിൻവലിയുന്നതോടെ വിജയ് യുഗം അവസാനിക്കുമെന്നാണ് സ്റ്റാലിനും DMKയും കരുതുന്നത്. എന്നാൽ DMKയുടെ അവകാശവാദങ്ങളൊന്നും മുഖവിലക്കെടുക്കാതെ സർക്കാർ ജനക്ഷേമ പദ്ധതികളുമായി മുന്നോട്ടു പോവുകയാണ്. മന്ത്രിസഭ വിപുലീകരിക്കാൻ ഒരുങ്ങുകയാണ് മുഖ്യമന്ത്രിയും തമിഴക വെട്ടുകഴകം അധ്യക്ഷനുമായ വിജയ്. വരാനിരിക്കുന്ന പൂർണ്ണ നിയമസഭാ സമ്മേളനത്തിനും നിർണായക ഭരണപരമായ തീരുമാനങ്ങൾക്ക് മുന്നോടിയായാണ് ഈ ഒരു നീക്കം. മെയ് 10-നാണ് വിജയും 9 മന്ത്രിമാരും അടങ്ങുന്ന പുതിയ സർക്കാർ ചെന്നൈയിൽ അധികാരമേറ്റത്. N ആനന്ദ്, ആദവ് അർജുന, സെങ്കോട്ടയ്യൻ എന്നിവരായിരുന്നു പ്രഥമ മന്ത്രിസഭയിലെ അംഗങ്ങൾ. ഭരണത്തിൽ പങ്കാളികളാകുന്ന സഖ്യകക്ഷികൾക്കും പിന്തുണ നൽകുന്ന ഗ്രൂപ്പുകൾക്കും അർഹമായ പ്രാതിനിധ്യം നൽകുമെന്ന
വിക്രവാണ്ടിയിലെ TVK സമ്മേളനത്തിലെ വിജയിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ വിപുലീകരണ ചർച്ചകൾ സജീവമായിരിക്കുന്നത്. കോൺഗ്രസ് ആണ് മന്ത്രിസഭാ വിപുലീകരണത്തിൽ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യത്തിന്റെ ഭാഗമായ കോൺഗ്രസിന് പുതിയ മന്ത്രിസഭയിൽ 2 മന്ത്രിസ്ഥാനങ്ങൾ ലഭിച്ചേക്കും. 1967 ശേഷം തമിഴ്നാട്ടിൽ ആദ്യമായാണ് ഒരു സംസ്ഥാന സർക്കാരിൽ കോൺഗ്രസിന് മന്ത്രിസ്ഥാനം ലഭിക്കുന്നത്. ഇതിനിടയിൽ ചലച്ചിത്ര നടനിൽ നിന്ന് രാഷ്ട്രീയക്കാരനായി ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ തമിഴ്നാടിന്റെ അധിപനായ വിജയിയുടെ രാഷ്ട്രീയ യാത്ര ഇവിടം കൊണ്ടൊന്നും തീരില്ല എന്നാണ് ജ്യോത്സ്യനായ രാധൻ പണ്ഡിറ്റ് വെട്രിവേലിന്റെ പ്രവചനം. വിജയ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം വരെ രാഷ്ട്രീയ യാത്ര നടത്തുമെന്നും രാധൻ പണ്ഡിറ്റ് പ്രവചിച്ചിരുന്നു. പ്രവചനത്തിന് പ്രത്യുപകാരമായിട്ടോ എന്തോ രാധൻ പണ്ഡിറ്റിനെ വിജയ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി പദവിയിൽ നിയമിച്ചിരുന്നുവെങ്കിലും സഖ്യകക്ഷികളുടെ എതിർപ്പിനെ തുടർന്ന് നിയമനം റദ്ദാക്കേണ്ടി വന്നു. വിജയിയുടെ ജാതകം നരേന്ദ്രമോദിയുമായി ഏറെ സാമ്യമുള്ളതാണ് എന്നും കേവലം മുഖ്യമന്ത്രി പദത്തിൽ മാത്രം ഒതുങ്ങാതെ വിജയ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരെ ആകുമെന്നാണ് രാധൻ പണ്ഡിറ്റിന്റെ പ്രവചനം. അടുത്ത 40 വർഷം വരെ തമിഴ്നാട്ടിൽ ഇനി വിജയ്ക്ക് രാഷ്ട്രീയ എതിരാളികൾ ഉണ്ടാകില്ല എന്നാണ് പണ്ഡിറ്റിന്റെ പ്രവചനം. അതേസമയം ജനപ്രിയ തീരുമാനങ്ങളുമായി വിജയ് സർക്കാർ മുന്നോട്ട് പോകുന്നുമുണ്ട്. അധികാരമേറ്റ ഉടൻ 700 ടാസ്മാക് മദ്യശാലകൾ പൂട്ടാൻ ഉത്തരവിട്ട വിജയ് അടുത്തതായി സാധാരണക്കാരന് ഭക്ഷണം എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. സാധാരണക്കാരന്റെ ആശ്രയമായ അമ്മ ക്യാന്റീനുകൾ അഥവാ അമ്മ ഉണവകത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഉത്തരവിട്ടു. അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിച്ച് മെച്ചപ്പെടുത്തി പുനരുദ്ധാരണത്തിനും ആധുനികവൽക്കരണത്തിനും ഉത്തരവിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഇതുവഴി ജനങ്ങൾക്ക് രുചികരവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷണം ഉറപ്പാക്കണമെന്നും വിജയ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗ്രേറ്റർ ചെന്നൈ കോർപ്പറേഷന് കീഴിൽ 383 അമ്മ ക്യാന്റീനുകളും സംസ്ഥാനത്തെ മറ്റ് പ്രാദേശിക സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിൽ 237 എണ്ണവുമാണ് ഉള്ളത്. AIDMK സർക്കാർ കാലഘട്ടത്തിലാണ് തമിഴ്നാട്ടിൽ ഉടനീളം അമ്മ ഉണവകങ്ങൾ സ്ഥാപിച്ചത്. തമിഴ്നാട് സർക്കാരിന് ഏറ്റവും അധികം വരുമാനം കിട്ടുന്ന 700-ൽ-അധികം ടാസ്മാക് മദ്യശാലകൾ പൂട്ടാൻ ഉത്തരവിട്ടത് സത്യപ്രതിജ്ഞ ചെയ്ത അന്നായിരുന്നു. അതുവഴി വലിയൊരു വിഭാഗം ജനങ്ങളുടെ കയ്യടി നേടാൻ വിജയ്ക്ക് സാധിച്ചിട്ടുമുണ്ട്.